ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായ മണ്ഡിയിൽ നിന്ന് മത്സരിക്കാനിരുന്ന ഹിമാചൽ PCC പ്രസിഡന്റ് പ്രതിഭ സിംഗ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചു. അനുകൂല സാഹചര്യമില്ലാത്തതിനാലാണ് ഇങ്ങനെ ഒരു തീരുമാനമെന്ന് പ്രതിഭ സിംഗ് വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിലെ പ്രതിസന്ധി അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതിഭ സിംഗിന്റെ നിലപാട്. അതേസമയം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ അയോഗ്യരാക്കപ്പെട്ട 6 വിമത കോൺഗ്രസ് MLAമാർ BJPയിൽ ചേർന്നേക്കും. ഇവരുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ഗൗതം, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ ഇത്തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിണക്കങ്ങൾ മാറിയിട്ടില്ല. ഇപ്പോഴും പടലപ്പിണക്കങ്ങൾ തുടരുകയാണ് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാനല്ലേ? KP, ഗുഡ് മോർണിംഗ്. ഓരോ സംസ്ഥാനങ്ങളിലും സീറ്റ് വിഭജനവും അതോടൊപ്പം തന്നെ മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള ചർച്ചകളും കോൺഗ്രസിനകത്തും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും കോൺഗ്രസിൻ്റെ ഉന്നതാധികാര യോഗം ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് ചേർന്നിരുന്നു. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിനകത്തുൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ ചില പ്രധാനപ്പെട്ട സീറ്റുകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നിപ്പോൾ ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയുമായി ബന്ധപ്പെട്ടാണ്. പ്രതിഭ സിംഗ് നമുക്കറിയാം ഹിമാചൽ PCCയുടെ അധ്യക്ഷയും അതോടൊപ്പം മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ പത്നി കൂടിയാണ്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത കുടുംബമാണ് വീരഭദ്ര സിംഗിന്റെയും അതോടൊപ്പം തന്നെ ഈ പ്രതിഭ സിംഗിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും ഒക്കെ. പക്ഷേ മാണ്ഡി എന്ന സ്വന്തം സിറ്റിംഗ് സീറ്റിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്നാണ് പ്രതിഭ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ ധരിപ്പിക്കുന്നത്. അതായത് വിജയപ്രതീക്ഷയില്ല. നിലവിൽ ഹിമാചലിലെ 4 ലോക്സഭാ മണ്ഡലങ്ങളും BJP ആണ് വിജയിച്ചത്. 2014-ലും 2019-ലും സംസ്ഥാനത്തെ 4 മണ്ഡലങ്ങളും BJP തൂത്തുവാരിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ കോൺഗ്രസിന് വിജയസാധ്യത കുറവാണ് എന്ന കൃത്യമായ സന്ദേശം ഈ PCC അധ്യക്ഷയ്ക്ക് ഉൾപ്പെടെ അറിയാം. ഈ ഒരു സാഹചര്യത്തിലാണ് താൻ സിറ്റിംഗ് മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല എന്ന നിലപാട് പ്രതിഭ സിംഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ഇത് മാണ്ഡി സീറ്റുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ തർക്കം നിലനിൽക്കുന്നത്. നിലവിൽ റായ്ബറേലിയും അമേഠിയുമായി ബന്ധപ്പെട്ട് കൂടി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അമേഠിയിലും റായ്ബറേലിയിലും നെഹ്റു കുടുംബത്തിൻ്റെ പ്രതിനിധികൾ മത്സരിക്കണം എന്ന ആവശ്യം ഇപ്പോഴും UP PCC മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ ഡിസ്ട്രിക്ട് കമ്മിറ്റികളും കോൺഗ്രസിൻ്റെ അമേഠിയുടെയും അതോടൊപ്പം തന്നെ റായ്ബറേലിയിലെയും പ്രാദേശിക നേതൃത്വവും നെഹ്റു കുടുംബത്തിൽ നിന്ന് റായ്ബറേലിയിലേക്ക് പ്രിയങ്ക വാദ്രയും അതോടൊപ്പം തന്നെ അമേഠിയിലേക്ക് രാഹുലും തിരിച്ചു വരണം എന്ന വികാരം കോൺഗ്രസിനകത്തുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം നമുക്കറിയാം, ഈ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വിജയപ്രതീക്ഷയില്ല. അമേഠിയെ സംബന്ധിച്ചത് മുൻപ് നെഹ്റു കുടുംബത്തിൻ്റെ തട്ടകമായിരിക്കാം. പക്ഷേ 2019-ൽ ആ ചരിത്രം തിരുത്തിക്കൊണ്ടാണ് BJPയുടെ സ്മൃതി ഇറാനി അവിടെ തിളക്കമാർന്ന വിജയം നേടുകയും രാഹുലിനെ മലർത്തിയടിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. റായ്ബറേലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ 80-ൽ ഒരേ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അത് സോണിയാഗാന്ധി പ്രതിനിധീകരിച്ച റായ്ബറേലി ലോക്സഭാ മണ്ഡലമാണ്. ബാക്കി എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് ഉത്തർപ്രദേശിൽ പരാജയപ്പെട്ടിരുന്നു. ആ റായ്ബറേലി കൂടി ഇത്തവണ പിടിച്ചെടുക്കുവാനാണ് BJP ശ്രമിക്കുന്നത്. അതിനായി അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ BJP നേതൃത്വം പരിഗണിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ നുപുർ ശർമ്മയെ പോലെ ഒരു തീപ്പൊരി നേതാവിനെ റായ്ബറേലിയിൽ ഇറക്കിക്കൊണ്ടുള്ള ഒരു വലിയ നീക്കം BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ റായ്ബറേലി കൂടി ഇത്തവണ താമരയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും. അവിടെയും നിന്ന് തോൽക്കാൻ നെഹ്റു കുടുംബത്തിന് താല്പര്യമില്ല. പക്ഷേ UP PCCയും ജില്ലാ കമ്മിറ്റികളും ഈ 2 നേതാക്കളോട് പ്രിയങ്ക വാദ്രയോടും രാഹുലിനോടും അമേഠിയിലേക്കും റായ്ബറേലിയിലേക്കും വരണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പ്രധാനപ്പെട്ട പേരുകൾ, അതായത് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മണ്ഡലങ്ങൾ സംബന്ധിച്ചുള്ള വലിയ അവ്യക്തതയും തർക്കവും പ്രതിസന്ധിയും കോൺഗ്രസിനകത്ത് നിലനിൽക്കുകയാണ്. KP.